നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പരി. ഈ നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ചും വൈകുന്നേരം വിളക്ക് വെക്കുന്നതിനെ കുറിച്ചും അതിന്റെ വിശേഷങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംവദിച്ചിട്ടുണ്ട്. ശരിക്ക് കുറച്ച് പുരാതന കാലത്തേക്ക് പോയാൽ, പഴയ കാലത്തേക്ക് പോയാൽ, ഈ അന്തിത്തിരി വെക്കുക എന്ന് പറയുന്ന ചടങ്ങാണ് ഒരു കുടുംബത്തെ ഏറ്റവും വലിയ പൂജ. ഒരു കുടുംബത്തിലെ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു സത്സംഗം അല്ലെങ്കിൽ ഒരു സുഹൃതത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നത് സന്ധ്യാസമയത്തെയുള്ള ദീപജ്വലനം അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കുക എന്ന് പറയും. ശരിക്കും വിളക്ക് കത്തിക്കുന്ന നിയമം നമ്മൾ പലതവണ പറഞ്ഞെങ്കിലും അതിന്റെ ഒരു യഥാർത്ഥ വശത്തിലേക്ക് പലപ്പോഴും നമ്മൾ പോയിട്ടില്ല. ഈ വാസ്തു സംബന്ധമായിട്ടോ വസ്തു സംബന്ധമായിട്ടോ രണ്ടും രണ്ടാണ്. വാസ്തു എന്ന് പറയുന്നത് അറിയാലോ. ആ വാസ്തു സംബന്ധമായിട്ടോ വസ്തു സംബന്ധമായിട്ടോ നമ്മുടെ കുടുംബങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്നുള്ള ഒരു പരിഹാരമാണ്. എന്നുവെച്ചാൽ വളരെ ലക്ഷങ്ങളും കോടികളും മുടക്കി പൂജകൾ കഴിക്കുന്നതിലും പെട്ടെന്നുള്ള പരിഹാരങ്ങളാണ് ഈ ദീപം കൊണ്ടുള്ള ശക്തി കൊണ്ട് അതിന്റെ ദുരിതത്തിൽ നിന്നുമുള്ള മോചനം, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദീപപ്രജ്വലനം നടത്തിക്കൊണ്ട് നമ്മളുടെ കുടുംബത്തിലുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾക്കും വസ്തുദോഷങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരം. അപ്പൊ എങ്ങനെയാ? നമ്മളൊക്കെ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ മുൻഭാഗത്ത് നിലവിളക്ക് വെക്കുന്നു. വൃത്തിയായിട്ട് ചിലപ്പോൾ 5 തിരി ഇടുന്നു, ചിലപ്പോൾ 2 തിരി ഇടുന്നു. എല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇനി അതിനു പുറമെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു സംശയം വരാം. ശരിക്ക് ഒരു കുടുംബത്തിലെ വിളക്ക് കത്തിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മള് നിലവിളക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി കത്തിക്കും. നമ്മുടെ ഈശ്വരന്മാരാൽ സ്ഥൂല ശരീരത്താൽ അല്ല, സൂക്ഷ്മ ശരീരത്താൽ ശക്തമായി നിൽക്കുന്ന ഭഗവത് ചൈതന്യങ്ങൾ കുടികൊള്ളുന്ന പൂജാ സമ്പ്രദായം അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സ്ഥലം എവിടെയാണോ നമ്മൾ അവിടെ വിളക്ക് വെക്കും. പൂജാമുറി ആവാം, അല്ലെങ്കിൽ ഫോട്ടോകൾ വെക്കുന്ന സ്ഥലമാവും, അല്ലെ വിളക്ക് കൊളുത്തുന്ന സ്ഥലങ്ങളാവാം. അതിനുശേഷം നമ്മൾ ചില പഴയ ആചരണം അനുസരിച്ച് നമ്മുടെ നടവാതക്കൽ നമ്മൾ നിലവിളക്ക് കൊളുത്താറുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണഗതിക്ക് ചിന്തിക്കാറേയില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ സംവദിക്കുന്നത്. പിന്നീട് നമ്മള് മഹാലക്ഷ്മിയുടെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മഹാലക്ഷ്മിയുടെ ഏറ്റവും വലിയ സങ്കേത സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ്. അടുക്കളയുടെ അടുപ്പും പാതകത്ത് ഒരു തിരി പടിഞ്ഞാട്ടും ഒരു തിരി വടക്കോട്ടുമായിട്ട് 2 തിരി അടുക്കളയിൽ വെക്കും. അതിനുശേഷം മറ്റൊരു തിരി കൊണ്ടുവന്ന് തുളസിത്തറയിൽ വിളക്ക് വെക്കും. തുളസിക്ക് മൂന്നാമതൊരു തിരി കൊണ്ടുവന്ന് നമ്മൾ കിണറുണ്ടെങ്കിൽ കിണറിന്റെ അവിടെ കിഴക്കോട്ട് തിരിച്ചൊരു വിളക്ക് വെക്കും, ജലദേവതകളെ സങ്കല്പിച്ച്. പിന്നെ നമ്മൾ ചെയ്യും, നമ്മുടെ വീടിന്റെ 4 ദിക്കുകളുണ്ട്. 4 ദിക്കുകൾ, ഈശാനകോൺ, നിരർദികോൺ, അഗ്നികോൺ, വായുകോൺ എന്ന് പറഞ്ഞ 4 കോൺ സമ്പ്രദായമുണ്ട്. അല്ലെങ്കിൽ കിഴക്ക് വടക്ക് മൂല, കിഴക്ക് തെക്ക് മൂല, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല, അല്ലെങ്കിൽ തെക്ക് വടക്കേ മൂല. ഈ 4 മൂല കേന്ദ്രീകരിച്ച് നമ്മൾ ഓരോ തിരി, ഇതെല്ലാം വിളക്കായിട്ട് വെക്കേണ്ട, എണ്ണ മുക്കിയ തിരികൾ കത്തിച്ചു വെക്കും. ഈ 4 സൈഡിൽ, വീടിന്റെ 4 സൈഡിൽ കത്തിക്കുന്ന വിളക്കുകള് വാസ്തുദോഷങ്ങൾക്കും വസ്തുദോഷങ്ങൾക്കും പ്രാധാന്യമാണ്. അത് വാസ്തുപുരുഷ സങ്കല്പമാണ്. തെക്കോട്ടുള്ള തിരി പിതൃസങ്കല്പത്തിലുള്ളതാണ്. വടക്കോട്ടതുള്ള ബ്രഹ്മത്തിന്, ശിവവിഷ്ണു മഹേശ്വരന്മാർക്കുള്ള സങ്കല്പമാണ്. അപ്പൊ ഈ സങ്കല്പത്തിലൊക്കെ നമുക്ക് അതിനെ ഉൾക്കൊള്ളാം. അതായത് ഭൂമിയിൽ നിൽക്കുന്ന ആ എനർജിക്കുള്ള ശക്തിയാവാം, അല്ലെങ്കിൽ എനർജികളെ ഈ പരിസരത്ത് നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടാവാം. അപ്പൊ ആ സങ്കല്പത്തില് നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് വീടിന്റെ 4 കോണുകളിലോ 4 ദിക്കിലേക്കായിട്ടോ നമുക്ക് തിരികൾ വെക്കാം. അപ്പൊ നമ്മൾ പൂജാമുറിയിൽ തുടങ്ങി, നമ്മുടെ ഇറയത്ത് നടവാതക്കൽ വെച്ച്, അടുക്കളയിൽ വന്ന്, തുളസിത്തറയിൽ വെച്ച്, കിണറിൽ വെച്ച് 4 ദിക്കിലേക്ക്. പിന്നെ നമ്മുടെ പരദേവതാ സങ്കല്പത്തില് നമ്മുടെ പറമ്പില് ദേവന്മാരുണ്ടെങ്കിൽ, നമ്മുടെ വീടിന്റെ പരിസരത്ത് കുടുംബത്തിലെ അതിലെ ഈശ്വരന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭൂമിക്ക്, ഒരു
ഈശ്വരാംശത്തിന്റെ അധികാരമുള്ളതിനാൽ ചിലപ്പോൾ പഴയ ബ്രഹ്മസ്വം വസ്തുവോ ദേവസ്വം വസ്തുവോ ഒക്കെ ആണെങ്കിൽ രക്ഷസിന്റെ ബന്ധങ്ങൾ വരാം, അതുപോലെ തന്നെ സർപ്പബന്ധങ്ങൾ വരാം. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു തിരി ആ സങ്കല്പത്തിൽ, സർപ്പത്തിലാണ് മഞ്ഞപ്പൊടിയിൽ മുഖ്യ തിരി, അതും കിഴക്കോട്ട് കത്തിക്കും. ഭൂമിയുടെ ഈശ്വരന്മാർക്കായിട്ട് ഒരു തിരി, അതും കിഴക്കോട്ട് കത്തിക്കും. കിഴക്കു ഭാഗത്ത് കിഴക്കോട്ട് കത്തിക്കും. ഇത്രയും തിരി വെക്കുക എന്ന് പറഞ്ഞതാണ് ശരിക്കും അന്തിത്തിരി കത്തിക്കുക എന്ന് പറയുന്നത്. ഓണത്തിനൊക്കെ തിരുവോണത്തിന് അറിയാലോ, തിരുവോണ ദിവസം നമ്മൾ എന്താ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിഞ്ഞാൽ ഉറുമ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ മുറികളിലും നമ്മൾ പായസോ അല്ലെങ്കിൽ അങ്ങനെ മധുരമുള്ള സാധനം വെച്ച് ഒരു തിരി കത്തിച്ചു വെക്കും. ഉറുമ്പുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. പണ്ട് ഓണക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന എല്ലാ കുടുംബങ്ങളിലും എല്ലാ മുറികളിലും എല്ലാ സ്ഥലത്തും വെക്കും. മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ചില കുടുംബങ്ങളിൽ വീത് വെക്കുക, അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കാരണവന്മാർക്കായിട്ട് വെക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലെ തന്നെ അന്തിത്തിരി വെക്കുക എന്ന് പറയുന്നതിന്റെ ഒരു സാമാന്യ ദർശനം എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഒരു കുടുംബത്തിലെ തിരിവെപ്പ് പൂർത്തിയാകുന്നത്. അപ്പൊ ഒരു ഫ്ലാറ്റിൽ താമസിച്ച എന്താ ചെയ്യുക, പുറത്തേക്കടുത്ത് വെക്കാനൊന്നുമല്ല, മിറ്റുള്ളവർക്കേ ഉള്ളൂ. ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴും നമ്മളെ 4 ഭിത്തിയുടെ അതിരെ വെക്കാം, അകത്ത് തന്നെ വെച്ചാൽ മതി, പുറത്ത് വെക്കണമെന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ തിരിവെക്കുക എന്ന് പറയുമ്പോൾ അത് ഒറ്റ വാചകം കൊണ്ട് ഓടി വന്ന് കുളിച്ച് വിളക്ക് 2 തിരിയിട്ട് തൊഴുതിട്ട് ഓടിപ്പോകുന്നതല്ല. അത് പഴയ കാലത്തെ ശരിക്കൊരു പൂജാ സമ്പ്രദായം തന്നെയായിരുന്നു, ഒരാചരണ സമ്പ്രദായമായിരുന്നു. ദുർശക്തികളുടെ അല്ലെങ്കിൽ ദുരാത്മാക്കളുടെ ദോഷത്തിൽ നിന്ന് നമ്മുടെ ഭവനത്തിൽ ജീവിക്കുന്നവരെയും നല്ലതിലേക്ക് വരുത്താൻ വേണ്ടി ചെയ്യുന്ന മഹത്തരമായി നിൽക്കുന്ന ഒരു കർമ്മവും കൂടിയാണ് ഈ ദീപപ്രജ്വലനം. അപ്പൊ അതിന്റെ ശക്തി ഭയങ്കര ശക്തമക്തമാണ്. അതിന്റെ സമ്പ്രദായം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹകലയും അതിശ്രേഷ്ഠമായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ പുരാതന കാലത്തെ ഉള്ള അന്തിത്തിരിവെക്കൽ എന്ന് പറഞ്ഞ ചടങ്ങുകളാണ് വാസ്തുദോഷത്തിനും വസ്തുദോഷത്തിനും കൃത്യമായ ഒരു പരിഹാരം. തുടക്കത്തിലുള്ള പരിഹാരം ഏറ്റവും കേമായിട്ടുള്ളതാണ്. അപ്പൊ പറ്റാവുന്ന ആൾക്കാര് തിരിവെക്കുന്ന രീതിയിലേക്ക് ഇതിപ്പോ ഈ പണ്ട് ചങ്ങലവട്ട പോലെ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കുഴിയും ഒരു സ്ഥലത്ത് ഒരു വിളക്കുമായിട്ട്, കൊടിവിളക്ക് പോലെ അതിന്റെ അവസാനം ഒരു കുഴിവിളക്ക്. അപ്പൊ അതിനകത്ത് കുറെ തിരിയിടും, ഇങ്ങനെ ഓരോരുത്തർ കത്തിച്ച് മുത്തശ്ശിമാരങ്ങ് പോകും. വീട് ചുറ്റും ഒരു പ്രദക്ഷിണാട്ടം കത്തിക്കും. എന്താ കേമത്തം? കംപ്ലീറ്റ് ദുരാത്മാക്കളുടെ ദുർശക്തികളിൽ നിന്ന് ടോട്ടലി നമ്മുടെ ഭവനത്തെ മോചിപ്പിച്ച് അവിടെ ജീവിക്കുന്നവർക്കുള്ള ഒരു പ്രത്യക്ഷമായ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന വളരെ സമ്പൂർണമായ സാധാരണഗതിയുള്ള ഒരു പൂജാവിധാനം പോലെ, മന്ത്രോച്ചാരണങ്ങളോ മണിയോ നിവേദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സാധാരണ ചെയ്യുന്ന പൂജാവിധാനമായി ഇതിനെ പരിഗണിക്കാം. അപ്പൊ അങ്ങനെ അറിവില്ലാത്തവര് അതും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അതിന്റെ ശ്രേയസ് നിങ്ങൾക്ക് വളരെ കേമത്തമായി വരും. നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അതിന്റെ ഫലത്തെ തിരിച്ചറിയാം. അതൊരു സാമാന്യനുള്ള ഒരു അന്തിനമസ്കാരം പോലെ ഒരു പൂജയായിട്ട് മാറട്ടെ. അതിന്റെ ഗുണവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമസ്കാരം.